ശിഖേറ്റി കുഞ്ഞിക്കണ്ണൻ, വടകര താങ്കളുടെ ഹോം ടൗണിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഏതാണ്ട് 283 UDF അനുകൂല ബൂത്തുകളിലാണ് ഈ പോളിംഗ് നീണ്ടതെന്നാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നീണ്ടത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. വടകര തന്നെയാണ് ശരിയായ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉള്ളത് എന്നും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ UDFന്റെ ബൂത്തുകളിലാണ് ഈ പോളിംഗ് നീണ്ടത് എങ്കിൽ അതിനകത്ത് ഗൂഢാലോചനയുണ്ട്. കേൾക്കുന്നില്ല. ചോദ്യം മനസ്സിലായല്ലോ നികേഷേ. വടകരയിൽ അല്ല, പോളിംഗ് നീണ്ടുപോയ ബൂത്തുകൾ പ്രധാനമായും UDFൻ്റെതാണ്. അതെ അതെ അതെ, ഞാൻ കേൾക്കുന്നില്ലേ നികേഷേ? ഞാൻ പറയാം. വടകര താഴെയങ്ങാടി, എനിക്ക് നികേഷും നേരിട്ടറിയാവുന്ന സ്ഥലമാണ് താഴെയങ്ങാടി. താഴെയങ്ങാടിയിലെ 101, 102, 103, 104 ഈ ബൂത്തുകളെല്ലാം UDFൻ്റെ കോട്ടയാണ്. അവിടെ 103-ൽ മാത്രമാണ് LDFന്, കുറച്ച് CPM, കുറച്ച് INലുള്ളൂ. ബാക്കി മുഴുവൻ എന്താണ് UDFൻ്റെ പ്രധാനപ്പെട്ട കോട്ടയാണ്. പക്ഷേ ഈ 103 ബൂത്തിൽ 74% പോളിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാ ബൂത്തുകളും നോക്കൂ നിങ്ങൾ, അവിടെ എല്ലാം എന്താണ് 69, 70, 71 ഈ രീതിയിലാണ് പോളിംഗ് ശതമാനം. എന്ന് പറഞ്ഞാൽ വടകരയിൽ വലിയ രീതിയിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാനാണ് ഷാഫി ആദ്യം മുതലേ ശ്രമിച്ചത്. UDFൻ്റെ നേതാക്കന്മാരെല്ലാം കുടുംബയോഗങ്ങളിൽ പ്രസംഗിച്ചത് മുസ്ലിമായ ഒരാൾ ഈ CAA ഒക്കെ എതിർക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ പോകണം, അതുകൊണ്ട് വടകരയെ പ്രതികരിക്കേണ്ട ഒരു മുസ്ലിമാണ്. ഈ രീതിയിലാണ് അവിടെ കുടുംബയോഗങ്ങളെല്ലാം പ്രസംഗം നടന്നത്. അത് ഏറ്റവും ഇപ്പോൾ ഷാഫിക്കെതിരായിട്ട് ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ കേസുള്ളത് ഏതാണ്? അവിടുത്തെ ജുമാ മസ്ജിദ് മൈതാനിയിൽ വഖഫ് ബോർഡിൻ്റെ സ്ഥലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയെന്നുള്ളത്, അത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളതാണ്. ആ സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെ ലീഗുകാർ സജീവമായിട്ട് പ്രവർത്തിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ വന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പരമ്പരാഗതമായ ലീഗ് കോട്ടയിൽ UDF കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം 69, 70, 71 നിന്നു. 2019-ലും 2021-ലും 80%-ലേറെ പോളിംഗ് ഉള്ള ബൂത്തുകളാണിത്. ഇത് ഞാനൊരു സാമ്പിൾ പറഞ്ഞതാണ്. വടകരയുടെ പൊതു അവസ്ഥ അതാണ്. ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും UDFകാർ വോട്ട് ചെയ്യാൻ മടിച്ചു. അത് ഞങ്ങൾ കണ്ടത് ആദ്യം വെള്ളിയാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ UDFൻ്റെ പ്രവർത്തകർ പല സ്ഥലത്തും നിർബന്ധിച്ചപ്പോൾ വളരെ വൈകി ക്യൂവിൽ വന്നു ആളുകൾ. അവിടെയാണ് വൈകിയത്. പല ബൂത്തുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇലക്ഷൻ ഈ മെഷീൻ്റെയൊക്കെ ചില സാങ്കേതിക കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. പൊതുവേ വടകരയിൽ UDF കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാൻ ഒരു മാന്ദ്യമുണ്ടായിരുന്നു. അത് കേരളത്തിലാകെയുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സമസ്ത പോലുള്ള സംഘടനകൾ ഏറ്റവും സജീവമായി ഇടപെട്ട ഒരു മേഖലയാണ് വടകരയും കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലവും മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളും. ഇപ്പോൾ സമസ്ത ഇടപെട്ട പല സ്ഥലങ്ങളിലും എന്താണ് അരിവാളിന് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവർ പലപ്പോഴും എന്താണ് ഷാഫിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, MK രാഘവന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരെന്താണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടില്ല. ഈ പ്രശ്നം വടകരയിലും കോഴിക്കോടും വളരെ പ്രകടമാണ്. 2 സ്ഥലത്തും ഞാൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കണ്ടിട്ടുള്ള ആളാണ്, അതിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഈ 2 സ്ഥലങ്ങളിലും വളരെ കൃത്യമാണ്. പിന്നീട് UDFകാർ ആഗ്രഹിക്കുന്ന തരത്തിൽ എന്താണ് ഇടതുപക്ഷത്തെ, ഇവിടുത്തെ കേരള സർക്കാരിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര വിഷയമല്ല എന്ന് വടകരയിലെയും കോഴിക്കോട്ടെയും വോട്ടർമാർ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള അജണ്ടയാണ്. ആ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൻ്റെ കീ പൊളിറ്റിക്സ് ചർച്ച ചെയ്തപ്പോൾ UDFൻ്റെ നിലപാടുകളോട് യോജിക്കാൻ കടുത്ത UDFക്ക് കഴിഞ്ഞില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതും ഗുരുതരവുമായ ആരോപണമാണ്. ഇന്ന് വൈകാരികമായി ഷാഫി പറമ്പിൽ അതിന് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ശിഖേറ്റി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, താങ്കൾ ഇന്ന് പറയുന്ന ഒരു കാര്യം കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ നോക്കിയെന്നാണ്. പിന്നെ രണ്ടാമത്തെ ആക്ഷേപം ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്, മറ്റേതോ കാഫറായ സ്ഥാനാർത്ഥിയാണ്, സ്ത്രീ സ്ഥാനാർത്ഥിയാണ് എതിരായി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ, ഇത് ഈ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ UDF എന്ന് പറയുന്ന ഒരു മതേതര, നിങ്ങളുടെ ഇന്ത്യ ബ്ലോക്കിലെ മതേതര ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ചെയ്യുമോ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും തീവ്ര നിലപാടുകളുള്ള ചില ആളുകളാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തത്. അത് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ ഗിമ്മിക്സുകളായിരുന്നു. ആ സോഷ്യൽ മീഡിയ ഗിമ്മിക്സുകൾ പോയപ്പോൾ സൽമാൻ വാളൂര്, ഇതേപോലെ ഈ ശൈലജ ടീച്ചർ
കാഫിറായ സ്ത്രീയാണെന്നും ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാമാണെന്നും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും, ഒരു വിശ്വാസിക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന ഈ പ്രചരണം വന്ന ഹാൻഡിലുണ്ടല്ലോ, അതാരതാണ്? മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പേര് PK മുഹമ്മദ് കാസിം എന്നാണ്. അത് വ്യാജ ഐഡിയാണ്, അത് ഫേക്കാണെന്നാണ് ഷാഫി പറയുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, മുഖ്യ ഭരണാധികാരി കൊടുത്തിട്ടുണ്ട്, വടകര പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുക. ഇതെല്ലാം പുറത്തു വരാൻ പോവുകയാണ്. അപ്പം കടുത്ത വർഗീയ പ്രചരണം ഒരു ഭാഗത്ത്. ആ വർഗീയ പ്രചരണത്തിലേക്ക് ഷാഫിയും കോൺഗ്രസ്സുകാരും വീണുപോയ എന്തുകൊണ്ടാണെന്നറിയോ? പരമ്പരാഗതമായി UDF കിട്ടുന്ന മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടന എടുക്കുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിന് ശൈലജ ടീച്ചർക്ക് അനുകൂലമാവും. എന്ന് മാത്രമല്ല, ശൈലജ ടീച്ചർക്ക് മതജാതി ഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അവരുടെ വ്യക്തിത്വം സാർവദേശീയ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ തകർക്കാൻ ഇസ്ലാമിനെ, ആ രീതിയിലുള്ള മതത്തെ ഉപയോഗിക്കാമെന്ന അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അധപ്പതിച്ചു പോയി എന്നുള്ളതാണ്. Debate with MV Nikesh Kumar.